റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് തേങ്ങ ചേർക്കാതെ കൊച്ചുള്ളി എണ്ണയിൽ മൂപ്പിച്ച് മിക്സിയിൽ അരച്ച് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉള്ളിത്തീയലിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ തീയലിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു 10 കഷ്ണം ചുമന്നുള്ളി ഞാൻ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. രണ്ട് മീഡിയം സൈസ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരല്പം ഇഞ്ചി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഇതള് വെളുത്തുള്ളി കീറി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരല്പം പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിഴുപുളി നമുക്ക് അല്പം ചൂടുവെള്ളത്തിനകത്തിടണം കുതിരുന്നതിനായിട്ട്. പിന്നെ ഉള്ളി നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ച് ഊരിയെടുക്കണം. നമുക്ക് ഈ തീയലിന്റെ ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ കൊണ്ടൊന്ന് പരിചയപ്പെടാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി, 2 നുള്ള് ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്കിത് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഉള്ളി മൂപ്പിച്ച് കോരുന്നതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഉള്ളി മൂപ്പിച്ച് കോരിയെടുക്കുന്നതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് മൂപ്പിച്ച് കോരിയെടുക്കാം. നമ്മൾ ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി വെന്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ ഉള്ളി കരിഞ്ഞു പോകാതെ മൂക്കുന്നുടനെ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യണം. കരിഞ്ഞാൽ തീയലിന് കരിവ് ചുവയ്ക്കും. നമ്മളുടെ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. അങ്ങനെ എണ്ണയിൽ നിന്ന് ഞാൻ കോരിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ തീയലിനുള്ള ഉള്ളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് ഗ്രേവിക്ക് ആവശ്യമായ പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിനി കറി വെക്കാൻ ആരംഭിക്കാം. നമ്മൾ ഉള്ളി മൂപ്പിച്ച എണ്ണ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു അല്പം എണ്ണയും കൂടെ ചേർത്താൽ മതി. എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ചൂടുവെള്ളം ചേർക്കുന്നതാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഗ്രേവി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് കലക്കി വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഞാൻ കറിയുടെ ടേസ്റ്റ് നോക്കി തക്കാളി ചേർത്തതായതുകൊണ്ട് പുളി ചേർക്കുന്നതിന് മുമ്പ് നോക്കിയതാണ്. പുളി ഉണ്ടെങ്കിലും ഒരല്പം പിഴുപുളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. അത് മതി. ഇനി ഒരു 2 നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി.
ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റാണ്. ഉപ്പും എരിയും പുളിയും മസാലയും എല്ലാം നല്ല പരുവത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈ തീയൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം സൈഡായിട്ട് വിളമ്പാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്